യുഗങ്ങൾ, മന്വന്തരങ്ങൾ, കൽപ്പം. ഭാഗം 5. സമയവും കാലവും നിർണയിക്കുന്നത് ജ്യോതിർഗോളതരമായ നിലനിൽപ്പുകൾക്ക് സാധ്യമാവുന്ന ഭ്രമണം മൂലം ആകൊണ്ട് സൂര്യനെപ്പോലുള്ള നക്ഷത്രങ്ങൾ ക്ഷീരപഥ കേന്ദ്രത്തെ ഭ്രമിക്കാൻ എടുക്കുന്ന കാലദൈർഘ്യത്തെ ബോധ്യപ്പെടുന്നതിലൂടെ മനു എന്ന ജീവശേഷിയുടെ ഒരു ദിവസം എന്ന സങ്കല്പത്തിന് ഭാവനാപരമായ പക്വത ലഭിക്കുന്ന സ്ഥിതിയുമുണ്ടാവുന്നു. ഇപ്രകാരം ഭൂതവും വർത്തമാനവും ഭാവിയുമാകുന്ന പ്രാപഞ്ചിക പ്രവർത്തനങ്ങളാകെ സൂക്ഷ്മതരമായി കണ്ടറിയുന്ന ശേഷിയായ ഒരു ഗുരുവിൻ്റെ സൂക്ഷ്മ ദർശനത്തിന് ബോധ്യപ്പെടുന്ന ഒരു പ്രവർത്തന പൂർത്തീകരണത്തിൻ്റെതായ 4 യുഗങ്ങൾ കൂടുന്ന ഒരു ചതുർയുഗം എന്നത് മനു എന്ന ജീവപ്രവർത്തനത്തിൻ്റെ അനുഭവത്തിലെ ഭൂമിക്കു ചുറ്റുമുള്ള ചാന്ദ്രഭ്രമണത്തിലെ ഒരു അന്ധകാര പ്രകാശപൂർത്തീകരണ കാലം എന്നതുപോലെയോ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണമാകുന്ന ഭൂമിയുടെ അനുഭവത്തിലെ ഒരു വർഷം എന്നതുപോലെയോ വിചാരിക്കേണ്ടതായി വരുന്നു. ഒരു ചാന്ദ്രഭ്രമണത്തിന് ശേഷമോ ഒരു വർഷം എന്ന പൂർത്തീകരണത്തിന് ശേഷമോ പഴയതായ അനുഭവങ്ങളിലൂടെയും ഋതുഭേദങ്ങളിലൂടെയും പ്രവർത്തനം തുടരുന്നതായി വരുന്നു. ഇതേപോലെ തന്നെ യുഗങ്ങളുടെ പ്രവർത്തനവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. സാധാരണ മനുഷ്യന്റെ ബോധന മാധ്യമമായ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ചിന്തയ്ക്കോ ഈ അനുഭവത്തെ പ്രാപിക്കാൻ ആവാത്തതുമാവുന്നു. സൂര്യൻ വരെയുള്ള ജ്യോതിർരൂപങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓരോ ജീവന്റെയും ശേഷിക്കൊത്ത വിധം ബോധ്യപ്പെടാൻ പഞ്ചേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സഹായത്തോടെ ജീവന് സാധിക്കുന്നതുപോലെ സൗരയൂഥത്തിനപ്പുറം കടന്നുപോകുന്ന പൂർണ്ണതയെത്തിയ ഒരു ജീവശേഷി വിഹരിക്കുന്ന ഗോള സ്വഭാവത്തിലോ അല്ലാതെയോ ഉള്ള പ്രവർത്തന ശക്തിയെ കാണാനാവാത്തിടത്തോളം ആ ചാക്രികമായ ഭ്രമണഗതിയെ തിരിച്ചറിയാൻ ആവുന്നുമില്ല. സാധാരണഗതിയിൽ മനുഷ്യരെല്ലാം പരാജയപ്പെടുന്നതും ഇനി എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നതുമായ പഞ്ചേന്ദ്രിയ ശേഷി പരിധിക്ക് പുറത്തുവരുന്ന അവസ്ഥകളെ ദർശിച്ച് ലോകത്തെ അറിയിക്കുന്നതിന് സാധ്യമായി വരുന്ന പരിപാകമായതും ആശ്രയിക്കാവുന്നതുമായ അറിവ് എന്നത് അവിടമെല്ലാം കടന്നുപോകുന്ന ഒരു ജീവന്റെ വിവരണങ്ങൾ മാത്രമായിരിക്കും. ഇപ്രകാരമുള്ള ജീവശേഷിയായ ഒരു ഗുരുവിന് മനുപരമ്പരയുടെ 200 കോടി വർഷങ്ങൾ കണക്കുകൂട്ടി പറയുന്ന പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് വന്നുപോയ തെറ്റ് കണ്ടെത്തുന്നതിനും അത് തിരുത്തുന്നതിനുമുള്ള മാർഗങ്ങൾ അറിയുന്നതിനും നിർദ്ദേശങ്ങൾ കൊടുത്ത് സമകാലികരായ മനുഷ്യരെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിനും അതിലൂടെ വരും തലമുറകൾക്ക് വെളിച്ചം കൊടുക്കുന്നതിനും ശേഷിയുള്ളവൻ ആകുന്നുവെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. കാലങ്ങളെയും ആ പ്രവർത്തനഗതിയെയും സൂക്ഷ്മതരമായി ദർശിക്കാനാവുന്നതിലൂടെ ത്രികാലജ്ഞാനിയായി ഗുരു ആയിത്തീരുന്ന ഒരു ജീവന് പ്രാപഞ്ചികമായ ലക്ഷ്യത്തിനൊത്ത പ്രവർത്തന പന്ഥാവിലൂടെ മനുഷ്യനെ നയിക്കുന്നതിന് ശ്രമിക്കാതിരിക്കാനും സാധ്യമാവുന്നില്ല. ആരംഭം മുതലുള്ള പ്രവണത എന്നത് പ്രപഞ്ചം അഥവാ പ്രകൃതി ഒരു ജീവനെ വളർത്തി അത്രത്തോളമായ ഒരു പൂർണ്ണതയിൽ എത്തിക്കുകയും തുടർന്ന് വരുന്ന ജീവനുകളെ മുമ്പേ പോയ ജീവൻ കടന്നു വന്ന വഴികൾ താണ്ടി കൂടുതൽ മുമ്പോട്ട് നയിക്കുന്ന വിധവുമാണ്. തുടർച്ച എന്നതായും ചാക്രികമായും തുടർ വികാസം എന്നതായും സംഭവിക്കുന്ന ജീവഗതിയെ മനുഷ്യന്റെയും ഇതര ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ജീവിതത്തെ നിരീക്ഷിച്ച് ബോധ്യപ്പെടാനുമാവുന്നു. തുടർച്ചയും ചാക്രികവുമായി സംഭവിക്കുന്ന ജീവഗതിയിലൂടെ മുന്നേറി പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും അവസാനവും എങ്ങനെയെന്നും എന്തിനു വേണ്ടിയെന്നും മനസ്സിലാക്കി അതിൽ സംഭവ്യമാവുന്ന ജീവൻ ഉൾപ്പെടെയുള്ള എന്തിൻ്റെയും കാരണങ്ങളെയും അന്തിമ ലക്ഷ്യത്തെയും വിവരിക്കാൻ തക്കവിധം അറിവാർജിക്കുന്ന ജീവൻ ജ്ഞാനിയായി മാറുകയും ജ്ഞാനിയായതുകൊണ്ട് തന്നെ മാർഗദർശനത്തിന് പ്രാപ്തമാവുകയും അതിലൂടെ ഗുരു എന്ന അവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു. താൻ എന്ന നിർമ്മിതിയിലോ വളർച്ചയിലോ തൻ്റെ തന്നെ മരണം എന്ന പര്യവസാനത്തിലോ എന്ന് വേണ്ട തന്നെ സംബന്ധിക്കുന്ന ഒന്നിലും പ്രത്യേക പങ്കൊന്നും ഉണ്ടെന്ന് പറയാനാവാത്ത ജീവൻ മുൻപറഞ്ഞ പ്രകാരമൊക്കെ വളർന്ന് പ്രപഞ്ചകാരണത്തോളം എത്തുന്നുവെന്നത് ബോധ്യപ്പെടാനാവുന്നുവെങ്കിലും
താനായി തന്നെ നിലനിൽക്കുന്നുവെന്ന അറിവിന് ജ്ഞാനപ്രാപ്തമാവുന്നതോടെ വ്യക്തത ലഭിക്കുകയും ചെയ്യുന്നു. ഇനി മന്വന്തര സങ്കല്പത്തിന്റെ രണ്ട് ഭാവങ്ങളായ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം മാത്രമുള്ള കൽപ്പവും സത്യത്രാനന്റെ പിഴവിലൂടെ വന്ന് ഏഴാമത് മന്വന്തരത്തിന്റെ ഏഴാമത് ചതുർയുഗത്തിൽ സംഭവിച്ച ബ്രഹ്മാവിന്റെ ഉത്ഭവവും തുടർന്ന് പൂർത്തിയായ ത്രിമൂർത്തി സങ്കല്പവും നമുക്ക് തരുന്നത് ആധ്യാത്മിക ഭാവനയുടെ രണ്ട് മാനങ്ങളാണ്. അതാതിൻ്റേതായ ആഖ്യാന ഭംഗിയോടെ ആധ്യാത്മിക പരിവേഷം അണിഞ്ഞു നിൽക്കുന്ന ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന കൽപ്പവും സത്യത്രാനന്റെ തെറ്റും തുടർ സംഭവങ്ങളും കേവല വിശ്വാസത്തിൽ രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടത് തന്നെയായി വരുന്നു. അതായത് ആ കഥകൾ അവരുടെ പൂർവികരുടെ ചരിത്രമാണ്. ലോകമെമ്പാടും ആത്മീയ ലോകം അപ്പാടെ മുൻപറഞ്ഞ കഥകൾക്കു സമാനമായ ഭാവനാമണ്ഡലങ്ങളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് അതാതിൻ്റേതായ ആധ്യാത്മിക തലങ്ങൾ വൈകാരികമായി അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ എന്ന പദത്തിന് അർത്ഥം കൊടുക്കുന്ന യുക്തി, ശാസ്ത്രീയത, തത്വവിചാരം എന്നിങ്ങനെയൊന്നും ആവശ്യമായി വരാത്ത കേവല വിശ്വാസത്തിന് കീഴിൽ ഒളിക്കുന്നതിന്റെ സുഖം അനുഭവിക്കലാണ് നിലവിലെ ആധ്യാത്മികത എന്ന പാഠമാണ് മന്വന്തര യുഗസങ്കല്പങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്രകാരം സ്വന്തം ജീവനെയും പ്രപഞ്ച കാരണശക്തിയെയും ബന്ധിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ആധ്യാത്മികം എന്ന സങ്കല്പത്തെ വിചാരപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അർത്ഥരഹിതവും പരിഹാസ്യവും ആവുന്നത് എങ്ങനെയെന്ന് ഇവിടെ നാം തിരിച്ചറിയുകയുമാണ്. കേവലം മന്വന്തരക്കണക്കിന്റെ മായാജാലത്തിൽ മാത്രമല്ല, മതവർണ്ണഭേദമില്ലാതെ ആധ്യാത്മികത്തിന്റെ സകല രംഗങ്ങളിലും ഈ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയും സാഹചര്യത്തിന് ഇണങ്ങും വിധം മുന്തിയ സ്വാധീനമുണ്ടാക്കാൻ സാധ്യമാവുന്ന പുതിയ കഥകൾക്ക് അന്നോളം നിലനിന്നിരുന്ന ദൈവത്തെ തുരത്തിക്കളയുന്നതിന് സാധിക്കുന്നതുമായ അപഹാസ്യതയുമായി കേവല വിശ്വാസം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന വ്യക്തതയിലേക്ക് നാം എത്തിച്ചേരുകയുമാണ്. തലമുറകളിലൂടെ നമ്മുടെ തന്നെ പൊരുളന്വേഷിച്ച് നമ്മുടെ ജീവൻ നമ്മുടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ സാഹചര്യങ്ങളും ആവശ്യങ്ങളും സ്വാധീനങ്ങളും ചേർന്ന് സംഭവിച്ച പരിണതിയായി ലോകത്ത് അർത്ഥരഹിതമായ മതസങ്കല്പങ്ങൾ ഉത്ഭവിക്കുകയും വളർന്ന് പടരുകയും ക്രമേണ അസ്തമിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കു തന്നെ വ്യക്തമായിട്ടുള്ളതുമാണ്. എല്ലാമായിരിക്കുന്നതും എല്ലാറ്റിനും കാരണമായിരിക്കുന്നതും എങ്കിലും പരസ്പര ബന്ധമില്ലാത്തതുപോലെ നിലകൊള്ളുന്ന ദൈവസങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായ സംസ്കാരങ്ങൾ തകർച്ചയെ അഭിമുഖീകരിക്കുന്നത് ഇന്ന് നന്നായി കാണാനുമാവുന്നു. സകലതിലും ഇടപെടാൻ തക്കവിധം ശക്തമായി ശാസ്ത്രം നിലകൊള്ളുന്ന ഇക്കാലത്തും ദൈവസങ്കല്പത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തുല്യതയുള്ള പുതിയതൊന്നിനെ ലഭിക്കുകയെന്നത് വലിയ പ്രയാസമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ്. അതായത് ഏറ്റവും വലുതെന്നോ സങ്കീർണതയെന്നോ പറയുന്ന അവസ്ഥയെ എങ്ങനെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാനാവുന്ന സ്ഥിതി. ഇപ്രകാരം സംഭവിക്കുന്നതിലൂടെ സ്വന്തം ജീവൻ എന്ന അതീവ സങ്കീർണതയെ അറിയാൻ ജന്മനാ തന്നെ വാസനയുള്ള മനുഷ്യൻ പഴയതിനേക്കാൾ മെച്ചമായ ഒന്നിനെ ലഭിക്കുന്നുവെന്ന് സങ്കൽപ്പിച്ച് പഴയതും പുതിയതും വ്യത്യസ്തങ്ങളുമായ പലതിൻ്റെയും സ്വാധീനമുള്ളവരായി മാറുന്ന സ്ഥിതിയും ഉണ്ടാവുന്നു. തലമുറകളിലൂടെയും സഹസ്രാബ്ദങ്ങളിലൂടെയും സംഭവിച്ചു വന്ന പഴക്കത്തിന്റെ ഫലമായാണ് ഇന്നത്തെ നിലയിലുള്ള സാത്വിക രൗദ്ര ഭാവവ്യതിയാനങ്ങളായ യാതൊന്നിനോടും എതിർപ്പില്ലാത്തവരായി സകലതിനെയും അംഗീകരിക്കാവുന്ന ഒരു മാനസിക നിലയിലേക്ക് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള സാംസ്കാരിക സമൂഹമായ ഭാരതീയ ജനത എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഏറ്റവും പഴക്കമുള്ള സാംസ്കാരിക സമൂഹം എന്ന നിലയിൽ നമുക്ക് അവസ്ഥാപരമായും യുക്തിഭദ്രമായും ഈ കാലത്തിന് ഒത്തവിധം യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ പുതിയ ദൈവസങ്കല്പത്തിലേക്കും ആ ദൈവസങ്കല്പത്തിന് ഒത്ത വിവേകത്തോടെയുള്ള പ്രവർത്തനങ്ങളിലേക്കും കടക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് വിചാരിക്കാവുന്നതേയുള്ളൂ.
മന്വന്തരക്കണക്കിന് സംബന്ധിക്കുന്ന മുമ്പേ പറഞ്ഞ കഥകളിലേക്ക് ഇനിയൊന്ന് തിരിച്ചുപോയി ചിലത് കാണാൻ ശ്രമിക്കാം. ആ അന്വേഷണത്തിൽ ആദ്യമായി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് ദേവൻ എന്നത് ജീവന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പം മാത്രമാണ് എന്നതാണ്. പരമാണുവായി പ്രവർത്തനം തുടങ്ങിയെന്ന് സങ്കല്പിക്കാവുന്ന ജീവൻ പരിണാമ വഴികൾ ഏറെ താണ്ടി മനുഷ്യാവസ്ഥ പ്രാപിച്ചാൽ പിന്നെ അതേവരെയുള്ള ജീവന്റെ മറ്റ് അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി കേവലം ഭൗതികമായ ആവശ്യങ്ങളുടെ നിറവേറ്റൽ എന്ന അവസ്ഥയ്ക്കപ്പുറം അന്വേഷണത്തിന്റെയും അറിവിന്റെയും തലങ്ങൾ ഒന്നൊന്നായി കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതായത് മനുഷ്യൻ ആയിത്തീരുന്നതോടെ ജീവൻ സ്വയം അറിയാതെ തന്നെ ആത്മീയ യാത്ര ആരംഭിക്കുന്നു. മനുഷ്യൻ ആയതിനു ശേഷമുള്ള ജീവന്റെ വിവേകതരമായ യാത്രയിൽ മൂന്നാമത്തെ അവസ്ഥയെന്ന ഹൈന്ദവ വിചാരധാര തന്നെ പേരിട്ട് വിളിക്കുന്ന വേതാള നഗരം എന്ന ഘട്ടം എത്തുന്നതായി സങ്കല്പിക്കുന്നു. വേതാള നഗരം എന്നത് ജീവന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഭൗതികവും വൈകാരികവുമായ ഒരു ദുരന്ത പർവം തന്നെയാണെന്നാണ് വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. വേതാള നഗരം എന്ന അവസ്ഥയെ വിചാര വിധേയമാക്കിയാൽ അതൊരു സൂക്ഷ്മ യാഥാർത്ഥ്യവും അനിവാര്യതയുമായി ബോധ്യപ്പെടുന്ന വിധത്തിലുമാണ്. ഭൗതികവും വിചാരപരവുമായി അനുഭവപ്പെടുന്ന അത്യന്ത പീഡനങ്ങളുടെ നോവിലൂടെ സംഭവിക്കുന്നത് ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വന്യമായ ഊർജം മറ്റൊരവസ്ഥയിലേക്ക് പരിവർത്തിതമാവുന്ന സ്ഥിതിയാണ്.